ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു ഔട്ടിങ്, അതായത് നമ്മൾ കോഴിക്കോട് നമ്മളെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റ് സത്താര. എല്ലാവർക്കും അറിയാൻ മതിയോ? ഇതറിയാത്ത ആൾക്കാർ ആരുണ്ടാവില്ല. കുറേ ഞാൻ ഇവിടെ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോൺലി ട്രാവലറിനെ അറിയില്ലേ? ലോൺലി ട്രാവലർ ഇങ്ങനെ വിളിച്ച് ഗേളിനെപ്പോഴാണ് ഒഴിവ്, പുറത്ത് പോയിരുന്നു എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഈ ദിവസം, അതായത് ഇതിപ്പോൾ 2 ദിവസം മുമ്പുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അന്നത്തെ ദിവസം ഒഴിവുണ്ട്, ബുധനാഴ്ച വെനസ്ഡേ ഒഴിവുണ്ട്, പോകാമെന്ന് പറഞ്ഞു. അപ്പം ഓൺലൈനിക്ക് കുറേ പർച്ചേസിങ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാങ്കിൽ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്താൻ ഞാൻ പറഞ്ഞു. എനിക്ക് പിന്നെ തൊട്ടടുത്തത്, അപ്പം എനിക്ക് പോകാനുള്ളിടത്തൊന്നും ഞാനിവിടെ എത്തി. അങ്ങനെ നമ്മൾ കയറി അവരെ കിച്ചണൊക്കെ കേട്ടോ അത്. അപ്പം എന്താ പറയുക, നമ്മളൊരു ചാലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ. അത് ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാലഞ്ചിൻ്റെ അനുബന്ധമായിട്ടാണ് എന്നല്ല, പക്ഷെ അവിടെ അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് മുൻകൂട്ടി തീരുമാനിച്ചാണ് ഇവിടെ വരുന്നുള്ളത്. ലോൺലി തന്നെ കേട്ടോ പേ ചെയ്തത്. അപ്പോൾ അവിടെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ സത്താര സിഗ്നേച്ചർ ദോശ, അത് ഒരു സ്പെഷ്യലാട്ടോ വരെ, അതാണ് ഞാൻ കഴിച്ചത്. ലോൺലി മൈസൂർ ദോശ, മറ്റേ ആൾ സാധാ നോർമൽ, അതാണ് ലോൺലിൻ്റെ ഡ്രൈവറാട്ടോ, ഓട്ടോയിൽ വരുന്ന ആളാണത്. അപ്പം മൂപ്പര് സാധാ ദോശ തോന്നുന്നു കഴിച്ചത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് കേസരി, ഇവരെ കേസരി നമ്മളെ കേസരി പോലെ ഒന്നല്ല, ഒരു വേറെ തന്നെ ഒരു കേസരി. ഒരു നമ്മളെ കേരളത്തിലുള്ള ഫുഡൊന്നല്ല കേട്ടോ. ഇതിപ്പോൾ ആരാ ഫുഡാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും പുറമേക്കാരാണത് നടത്തുന്നത്, കാരണം ഫുൾ വെറൈറ്റിയാണ്. ഇവരെ ചട്നി ആയാലും 2 തരം ചട്നി, പിന്നെ സാമ്പാർ ഒക്കെ ഉണ്ട്. വട ഉണ്ട് കേട്ടോ, വട ഉണ്ട്. ഇഡ്ഡലി ആണെങ്കിൽ പറയേണ്ട, ഇഡ്ഡലിയിലുള്ള ഓരോ ഐറ്റംസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇഡ്ഡലി ഐറ്റംസും ഉണ്ട് കേട്ടോ. അത് നമ്മൾ വാങ്ങിയില്ല, നമ്മൾ എനിക്ക് ദോശയാണ് കൂടുതൽ ഇഷ്ടം. ഇഡ്ഡലി പിന്നെ വലിയ താല്പര്യമില്ല, പക്ഷെ വെറുതെ കഴിച്ചിട്ടില്ല. കഴിച്ചാൽ ചിലപ്പം പാനാവാൻ മതി, കാരണം അത്രയും തിരക്കുണ്ട് ഇവിടെ. ഇതിപ്പോൾ ഇതിപ്പോൾ KSRTC നമ്മൾ ഉള്ളിലിരുന്നിട്ട് പുറത്തേക്കുള്ള വ്യൂ ആട്ടോ അത്. അപ്പം സീറ്റ് കിട്ടാൻ തന്നെ കുറേ പണിയിട്ടുണ്ട്, കാരണം സീറ്റ് ഒഴിയും തോറും ആൾക്കാർ കയറി ഇരിക്കുക, വെയിറ്റ് ചെയ്തിരിക്കുക. എങ്ങനെയൊക്കെ ഇവിടെ പിടിച്ച് എത്തിയിട്ട് ഇരുന്ന്, അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം വേറെ ആയിട്ടൊക്കെ ഇരിക്കേണ്ടി വരും. എന്നാലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇഡ്ഡലീൻ്റെത് നമ്മൾ കഴിച്ചിട്ടില്ല, നമ്മൾ ദോശ ഐറ്റംസാണ് കഴിച്ചത്. അവരെ കിച്ചണാട്ടോ അത്. അപ്പോൾ എന്താ പറയുക, അത്രയും തിരക്ക്. നമ്മളിപ്പോൾ ഒരു 2-2:30 വന്ന ടൈമാണിത്. കാരണം ഞാൻ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഫുൾ നിറച്ച ആൾക്കാരായിരുന്നു. അപ്പോഴത്തേക്ക് ലോൺലി എത്തിക്കഴിഞ്ഞ് ഉള്ളിലെത്തിയപ്പോഴും നമ്മൾ ഓർഡർ എടുക്കുമ്പോഴും ഒന്നും അവിടെ സീറ്റില്ല. ഞാൻ ലോൺലി ഓർഡർ എടുക്കുന്ന സമയത്തൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ഒഴിവ് കിട്ടുന്നില്ല. അത്രയും തിരക്കാട്ടോ. അത് ഫുൾ ടൈമുണ്ട്, രാവിലെ തുടങ്ങി രാത്രി 12-1 മണി വരെയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അവർ ക്ലോസ് ചെയ്ത് പോകാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പുറത്തുള്ള കുറച്ച് വ്യൂവും കാര്യങ്ങളും ഉണ്ട്. അവിടെ ഇരുന്ന് പുറത്തേക്ക് നോക്കാൻ നല്ല രസമാട്ടോ. അതവരെ കിച്ചണാണ്. ഒരു നല്ല എന്താ പറയുക, നല്ലൊരു സർവീസൊക്കെ നമുക്ക്. കേസരി, നമ്മളെ ഐറ്റംസ് അതൊക്കെ. അപ്പം നല്ല സർവീസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫുഡിനെ പറ്റിയിട്ട് പറയാനൊന്നുമില്ല. ഇവിടെ കഴിക്കാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. എന്തായാലും കോഴിക്കോടുള്ളവരാണെങ്കിലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ എന്താ പറയുക, അങ്ങനത്തെ പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഫുഡിനെ പറ്റിയിട്ട് ഫുഡ് എൻ്റെ ഫുഡ് ഇതാണ് മൈസൂർ ദോശ, ലോൺലിൻ്റെ മൈസൂർ ദോശ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സത്താര സിഗ്നേച്ചർ, അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ പുറമേ ബട്ടറിനെ കൊണ്ട് കുളിപ്പിക്കും, പിന്നെ ഉള്ളിൽ ബട്ടറും ഇതില്ലേ ഗാർലിക്കും ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. കണ്ടോ ബട്ടർ കണ്ടോ? ബട്ടർ ഇങ്ങനെ ചൂടോടെ ഇട്ടിട്ട് അതിങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ പ്ലേറ്റിൻ്റെ ഇടയിൽ മൊത്തം ബട്ടറാണ് കാണുന്നത്. പക്ഷെ അതൊക്കെ ഞാൻ ദോശ കഴിക്കുന്ന സമയത്ത് കഴിച്ച. പിന്നെ ഇത് മൈസൂർ ദോശ ലോൺലിൻ്റെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റേ ആൾ എന്ത് ദോശ എനിക്കറിയില്ല കേട്ടോ. ലോൺലിയാണ് പേ ചെയ്തത്, ഞാനല്ല. കേസരി നല്ല രസമുണ്ടായിരുന്നു. അത് ലോൺലി അത്ര കഴിച്ചില്ല, ഞാനും മറ്റേ ആളൊക്കെ കഴിച്ചത് കൂടുതൽ. അപ്പോൾ എന്താ പറയുക, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് കുറച്ച് കറങ്ങി. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ.
അപ്പോൾ ലുഡോ ബോയിനെ എങ്ങനെ വിളിക്കും, ലുഡോ ബോയ് എൻ്റെ മോനാണ്. ലോൺലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലേ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതാവുമ്പോഴേ ഇവിടെ നമ്മളൊരു ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തുള്ള ഭയങ്കര കമ്പനിയാണ്. അന്ന് ചെറുതായിരുന്നു മോനെ. അപ്പോൾ ലുഡോ ഒക്കെ കളിച്ചിട്ട് ലുഡോ ബോയ് എന്നാണ് വിളിക്കൽ. അപ്പോൾ അവനെ ഒരുപാട് വിളിച്ച് അവൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒറ്റ ഡ്രസ്സ് വെച്ചിട്ടില്ല, വന്നില്ല. അങ്ങനെ ലോൺലി കുറേ പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഗാർലിക്ക്, ഒരു വൈറ്റ് കളറിൽ കാണുന്നില്ല, അത് ഗാർലിക്ക് കേട്ടോ, അത് അതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല. അപ്പോൾ ഇതാണ് മൈസൂർ ദോശ കഴിക്കുന്ന ആൾ. അടിപൊളി സൂപ്പറാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫുൾ കാലി സാമ്പാർ വേറെ എന്ത് ടേസ്റ്റാണ് അറിയോ, വെറുതെ കഴിക്കാൻ പറ്റുന്ന സാമ്പാർ. എന്താ പറയുക, ഒന്നും നമ്മൾ ബാക്കി വെച്ചിട്ടില്ല. കേസരി കണ്ടോ, കേസരി പൊള്ളിയായിരുന്നു കേട്ടോ. നമ്മളെ കേസരി അല്ല കേട്ടോ, ഇതൊരു വേറെ ടൈപ്പ് കേസരി. എനിക്കിഷ്ടമായിട്ടുണ്ട്. ഫുള്ള് ഞാൻ പറഞ്ഞില്ല, ബട്ടർ ഗീ ആണ് ഇവിടെ മെയിൻ ഐറ്റംസ്. ഇനി ഇഡ്ഡലി ഐറ്റംസ് ഉണ്ട്, അത് ഇനി നെക്സ്റ്റ് ട്രൈ ചെയ്യണം. എനിക്ക് ഇഡ്ഡലിനോട് വലിയൊരു താല്പര്യമില്ല. പക്ഷേ ഇഡ്ഡലിക്ക് എന്തൊക്കെയൊക്കെ ഇത് ഒഴിച്ചിട്ടും പിടിച്ചിട്ടും വെക്കാണ്, എന്തൊക്കെ പൊടികളും ഇതൊക്കെ ഇട്ടിട്ട് നല്ല കാണാനൊക്കെ നല്ല ഇതുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, ദോശ ഇങ്ങനെ പുറത്ത് വേണേൽ ചൂടോട് ദോശ ഇങ്ങനെ മൊരിയിച്ച് കിട്ടണം. കേസരി കഴിക്കാട്ടോ നമ്മൾ. അപ്പോൾ ലോൺലി അത് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. ഞാൻ നന്നായി. എനിക്ക് പിന്നെ മധുരം ഓൾറെഡി ഇഷ്ടമായതുകൊണ്ട് മധുരം. പിന്നെ അവിടെ ചായ ഇല്ലേ, കോഫിയാണ് കേട്ടോ. അത് പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം, കാരണം ലോൺലിക്ക് ചായ ആയിരുന്നു വേണ്ടിയത്. അത് പിന്നെ കോഫി വാങ്ങി കോഫി കുടിച്ചു. കോഫി കുടിക്കുന്ന ഒരു റീല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇഷ്ടമില്ലാതെ കുടിക്കൂലേ, അങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് ഷോർട്സ് ആക്കിയിട്ടിടാം കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ ബീച്ചിലോട്ട് പോകുന്ന വഴിയാണത്. വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. അപ്പം ഈ ഷോർട്സ് വരാനുണ്ടോ ഫുഡിൻ്റെ, അത് ഞാൻ ഇടാം. അതാണ് നമ്മളെ കോഴിക്കോട് ബീച്ചാണത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.